ഹായ് ഹലോ നമസ്കാരം. അംദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ? അതിലേക്ക് ഞാൻ പുട്ടിൻ്റെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചരി പൊടിച്ച് വറുത്തതാണ്, തരിയുള്ള പൊടി. അത് 1 കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് റാഗി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ബാജ്ര, അതായത് കമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു. ഇത് രണ്ടും നൈസ് പൊടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ തരിയുള്ള പുട്ടുപൊടി എടുത്തിരിക്കുന്നത് 1 കപ്പ്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ തൊലിയുള്ള ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൊലി ഇല്ലാത്തതായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായി വറന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് കഷ്ണം പൊടിയായി കൊത്തി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 തൊണ്ടൻ മുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ചേർക്കുന്നതാണ്. അതുപോലെ തന്നെ 2 വറ്റൽമുളക് ഇതുപോലെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എരിവ് അവരവർക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കാം കേട്ടോ. ഇതൊരു മീഡിയം എരിവായിരിക്കും. ഒരു വലിയ സവാള പൊടിയായി കൊത്തിയരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കണ്ണാടി പരുവം ആകുന്നവരെ വഴറ്റിയെടുക്കണം. സവാള വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. രമ്പ ഇലയാണ്. ഇതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതിനൊരു പ്രത്യേക സ്വാദാണ് ഇതിൽ ചേർക്കുന്ന സമയത്ത്, ഒരു ഫ്ലേവറും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒഴിവാക്കാം. സവാള നന്നായി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ബീൻസ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലായി കൊടുക്കാം. ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരു പകുതി വേവ് ആയാൽ മതിയാകും. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ പീസ്, ഡ്രൈ പീസ് വേവിച്ചതാണ്, അതുകൂടി 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി 1 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പച്ചരിപ്പൊടിയും റാഗിയും ബാജറയും കൂടി ചേർന്ന പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ഹൈയിലാക്കി വെച്ചിട്ട് കൈവിടാതെ തന്നെ 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകണം, വെജിറ്റബിൾസിൻ്റെ കൂടെ കിടന്ന്. അത്രയും പാകത്തിന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് അപ്പുറത്തെ ഗ്യാസ് സ്റ്റോപ്പിൽ ഞാനൊരു 4 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരണം. ഈ മിക്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ചേർത്തിട്ട് കൈവിടാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി കട്ട കൂടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. വേഗം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം കൂടുതലാണെന്ന് തോന്നും, പക്ഷെ അല്ല, വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോയിലാണ് ഇരിക്കുന്നത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ലിഡിട്ടിട്ട് അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. തുറന്നു നോക്കി നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചെറുതായിട്ട് ഈർപ്പമുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാം. കിച്ചടി പോലെ ഇരിക്കും. വേണമെങ്കിൽ ഇപ്പോഴും മാറ്റാം. ഞാൻ കുറച്ചിപ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട് കിച്ചടിയായിട്ട് കഴിക്കാനായിട്ട്. ബാക്കി ഞാൻ ഉപ്മാവാക്കി എടുക്കുന്നുണ്ട്.
ഇനി അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള വെള്ളം വറ്റിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ ഉപ്പുമാവ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കിച്ചടിയായിട്ട് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഉപ്പുമാവായിട്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. അവരവർക്ക് ആവശ്യമുള്ള രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞറിയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറിനും എടുക്കാം. അതിൻ്റെ കൂടെ നല്ല ഡേറ്റ്സ് പിക്കിളും കൂട്ടി ഞാൻ കഴിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മാച്ചാകും. ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ രണ്ടിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.